ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത ഒരൊറ്റ രാത്രി കൊണ്ട് തെളിഞ്ഞതല്ല. അത് നൂറ്റാണ്ടുകൾ നീണ്ട പ്രയത്നത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ്. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വാചകത്തിന്റെ പിന്നിൽ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയവരും ചോര ചീന്തി മരിച്ചവരും ഏറെയാണ്. അതുകൊണ്ട് ഓരോ സ്വാതന്ത്ര്യ ദിനവും ഒരു രാജ്യമായി നമ്മൾ ഒന്നിച്ച് പോരാടിയതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടി മുതൽ 1947 സ്വാതന്ത്ര്യം നേടിയതുവരെയുള്ള ഓരോ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി ഡീപ് ഡൈവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ഈസ്റ്റ് ഇൻഡീസുമായി വ്യാപാരം നടത്തുന്നതിനായി എലിസബത്ത് രാജ്ഞിയുടെ റോയൽ ചാർട്ടർ പ്രകാരമാണ് 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ലാഭകരമായ അവസരങ്ങൾ മുന്നിൽ കണ്ട് ഇന്ത്യയിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കമ്പനി ആദ്യമായി 1608 ഇന്ത്യയിലെത്തി. 1612 സൂററ്റിൽ അതിന്റെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ അവർ സ്ഥാപിക്കുകയായിരുന്നു. 1757 പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത്. എന്താണ് പ്ലാസി യുദ്ധമെന്ന് ചുരുക്കി പറയാം. ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയ്ക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാധീനം കൂടി വരുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അവർ കൽക്കട്ടയിലേക്ക് വ്യാപിച്ചത്. സമ്പന്നമായ ബംഗാൾ തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ബംഗാൾ. 1757 സിറാജുദ്ദൗള കൽക്കട്ട പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷ് സൈനികരെ തടവിലിടുകയും 120ഓളം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഇരുട്ടറയിൽ അടച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു. ഇത് ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തുടർന്ന് സിറാജുദ്ദൗളയുടെ കമാൻഡറായ മിർജാഫറുമായും ഭരണത്തിൽ അസന്തുഷ്ടരായ ബംഗാളിലെ മറ്റു വ്യക്തികളുമായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സഖ്യമുണ്ടാക്കി. ഇന്ത്യയിൽ കാര്യമായ താല്പര്യങ്ങളുള്ള മറ്റൊരു യൂറോപ്യൻ ശക്തിയായിരുന്നു ഫ്രഞ്ചുകാർ. അവർ സിറാജുദ്ദൗളയുമായിട്ട് ചേർന്നു. ഫ്രഞ്ച് സ്വാധീനം ദുർബലപ്പെടുത്താനും ബംഗാളിൽ നിയന്ത്രണം നേടാനും ലക്ഷ്യമിട്ട ബ്രിട്ടീഷുകാർ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ 1757 പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചു. കാലക്രമേണ മുഗൾ സാമ്രാജ്യം ദുർബലമായപ്പോൾ 18ആം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ പ്ലാസി, അതുപോലെ 1764 ബെക്സാർ തുടങ്ങിയ പ്രധാന യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇത് ഏകദേശം 2 നൂറ്റാണ്ടുകളോളം കൊളോണിയൽ ഭരണത്തിലേക്ക് നയിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ വലിയ പ്രക്ഷോഭം 1857 നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നാണ് അത് അറിയപ്പെടുന്നത്. റൈഫിൾ കാർട്രിഡ്ജസുകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നത് പോലുള്ള പരാതികൾ കാരണം ഇന്ത്യൻ പട്ടാളക്കാർ അല്ലെങ്കിൽ ശിപ്പായികൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയതോടെയാണ് ഇത് ആരംഭിച്ചത്. ഇത് അതിവേഗം വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും വ്യാപിച്ചു. റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പെ, ബഹദൂർ ഷാ സഫർ തുടങ്ങിയ നേതാക്കൾ ചെറുത്തുനിൽപ്പിന്റെ പ്രധാന വ്യക്തികളായി മുന്നോട്ട് വന്നു. കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെയായിരുന്നു. 1858 മധ്യത്തോടെ കലാപം തകർന്നെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന്റെ അവസാനവും കിരീടത്തിന് കീഴിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കവും അടയാളപ്പെടുത്തിയ ഒരു വഴിത്തിരിവായിരുന്നു അത്. കലാപം ദേശീയതയുടെ വിത്തുപാകി. അങ്ങനെ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിലേക്കും സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭത്തിലേക്കും നയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കത്തിൽ ബ്രിട്ടീഷുകാരുമായി മിതമായ രാഷ്ട്രീയ സംവാദത്തിനുള്ള ഒരു വേദിയായിരുന്നു. ബാലഗംഗാധര തിലകനെ പോലുള്ള ഭാവി നേതാക്കൾക്ക് കോൺഗ്രസ് ഒരു വേദിയൊരുക്കി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണൻ ഗോഖലെ എന്നിവരെ പോലുള്ള നേതാക്കൾ ഭരണഘടനയിൽ പരിഷ്കാരങ്ങളും സാമ്പത്തിക സമത്വവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സ്വയംഭരണത്തിനായി വാദിച്ചു. നവറോജി പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള സമ്പത്തിന്റെ ഒഴുക്ക് എടുത്തുകാട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ ആശയം നിരവധി ഇന്ത്യക്കാരുടെ കണ്ണുകൾ തുറന്നു. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായി. സത്യാഗ്രഹ അല്ലെങ്കിൽ നോൺ വയലന്റ് റെസിസ്റ്റൻസ് ഫിലോസഫിയും അദ്ദേഹം കൊണ്ടുവന്നു. ചമ്പാരൻ, ഖേദ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയ പ്രാദേശിക സമരങ്ങളിൽ ഗാന്ധിയുടെ ആദ്യകാല ഇടപെടൽ അദ്ദേഹത്തെ പാവപ്പെട്ടവരുടെ ചാമ്പ്യനായി സ്ഥാപിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്ക് മറുപടിയായി 1920 ബ്രിട്ടീഷ് ചരക്കുകളും സ്ഥാപനങ്ങളും നികുതികളും ബോയ്ക്കോട്ട് ചെയ്യാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ട് ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ഗാന്ധിജി സമൂഹത്തിൽ അധസ്ഥിതരായവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചിരുന്നു. അവരെ ഹരിജൻ എന്നാണ് ഗാന്ധിജി വിളിച്ചത്. തൊട്ടുകൂടായ്മയ്ക്കെതിരെയും വിപുലമായ പ്രചാരണം നടത്തി. 1922 അക്രമാസക്തമായ ചൗരി ചൗര സംഭവത്തിന് ശേഷം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പെട്ടെന്ന് അവസാനിച്ചു. അവിടെ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ഇരുവശത്തും മരണങ്ങൾ സംഭവിച്ചു. ഇതറിഞ്ഞ് അസ്വസ്ഥനായ ഗാന്ധി പ്രസ്ഥാനം അവസാനിപ്പിച്ചു.
പെട്ടെന്ന് അവസാനിച്ചെങ്കിലും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു യഥാർത്ഥ ബഹുജന സംഘടനയാക്കി മാറ്റാനും ഇത് സഹായിച്ചു. 1930 ഗാന്ധിജിയുടെ ഐതിഹാസികമായ സാൾട്ട് മാർച്ചിലൂടെ സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് ആയിരുന്നു അടുത്തത്. ഗാന്ധിയും 78 അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 375 കിലോമീറ്റർ മാർച്ച് നടത്തി. അവിടെ അവർ ബ്രിട്ടീഷ് ഉപ്പ് നിയമങ്ങളെ ധിക്കരിച്ച് സമുദ്രജലത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി. ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഉപ്പുൽപാദനത്തിൽ പങ്കെടുത്തതോടെ പ്രസ്ഥാനം അതിവേഗം വ്യാപിച്ചു. കൂട്ട അറസ്റ്റുകളിലൂടെയും ക്രൂരമായ അടിച്ചമർത്തലിലൂടെയും ബ്രിട്ടീഷുകാർ ഇതിനെതിരെ പ്രതികരിച്ചു. 1931 ഗാന്ധി ഇർവിൻ പാക്ടിലൂടെ പ്രസ്ഥാനം ഒരു നാഴികക്കല്ലിലെത്തി. വ്യക്തിഗത ഉപയോഗത്തിന് ഉപ്പുണ്ടാക്കാനുള്ള അവകാശം പോലുള്ള ഇളവുകൾ നേടി പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തി. തിരിച്ചടികൾ നേരിട്ട് ഒടുവിൽ 1934 അവസാനിച്ചെങ്കിലും ഈ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയി. രാജ്യത്തുടനീളമുള്ള ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കുകയും ചെയ്തു. സരോജിനി നായിഡു, കസ്തൂർബ ഗാന്ധി തുടങ്ങിയ പ്രമുഖ വനിതാ നേതാക്കളുടെ സംഭാവനകളും വിവിധ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തവും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു തന്റെ സാൾട്ട് മാർച്ചിലെ പ്രസംഗം കൊണ്ട് നിരവധി ആളുകളെ സ്വാധീനിച്ചു. അതേസമയം കസ്തൂർബ ഗാന്ധി ഗാന്ധിയുടെ ശ്രമങ്ങളെ പിന്തുണച്ച് കോൺഗ്രസിന്റെ വനിതാ വിഭാഗത്തെ കരുത്തുറ്റതാക്കി. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനുള്ള ആവശ്യം ശക്തമായി. 1942 ഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ബ്രിട്ടീഷുകാരെ ഉടൻ തന്നെ ക്വിറ്റ് ഇന്ത്യ ചെയ്യാൻ ആഹ്വാനം ചെയ്തു. ഡു ഓർ ഡൈ എന്ന ഗാന്ധിയുടെ ആഹ്വാനമാണ് പ്രസ്ഥാനത്തിന്റെ സമരമുറയായി മാറിയത്. യുദ്ധശ്രമങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും സ്വയം ഭരണം അനുവദിക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചുള്ള നിരാശയാണ് ഉടനടി സ്വാതന്ത്ര്യത്തിനായുള്ള ഈ ധീരമായ ആവശ്യം നയിച്ചത്. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്തുടനീളം വ്യാപകമായ പ്രതിഷേധങ്ങളും പണിമുടക്കുകളും പ്രകടനങ്ങളും തുടങ്ങി. ബ്രിട്ടീഷ് പ്രതികരണം കഠിനമായിരുന്നു. കൂട്ട അറസ്റ്റുകൾ, ക്രൂരമായ അടിച്ചമർത്തലുകൾ, പൗരാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കൽ, അങ്ങനെ അതിക്രമങ്ങൾ നീളുന്നു. ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെ ജയിലിലടച്ചു. പൊതുപ്രകടനങ്ങൾ പോലീസ് അക്രമത്തിലൂടെ നേരിട്ടു. പ്രസ്ഥാനം അതിന്റെ ലക്ഷ്യം ഉടനടി നേടിയില്ല. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നുള്ള നിരന്തരമായ സമ്മർദ്ദവും യുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥയും ഒടുവിൽ ഇന്ത്യ വിടാനുള്ള ബ്രിട്ടീഷ് തീരുമാനത്തിലേക്ക് നയിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റൊരു പ്രധാന വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അഹിംസാത്മക പ്രസ്ഥാനത്തിന്റെ ഗതിയിൽ നിരാശനായ ബോസ് ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA രൂപീകരിക്കുകയും ബലപ്രയോഗത്തിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. INAയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിലും ബോസിന്റെ ധീരതയും വീക്ഷണവും അനേകരെ പ്രചോദിപ്പിക്കുകയും ബ്രിട്ടീഷ് സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ക്ഷീണിതരായി. ബ്രിട്ടനിലെ ലേബർ ഗവൺമെന്റ് ഇന്ത്യയെ മുറുകെ പിടിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കി. 1947 ജൂൺ 3 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാനുള്ള ആഗ്രഹം പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജനത്തിലേക്ക് നയിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷമുണ്ടായിരുന്നിട്ടും വിഭജനം ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും അക്രമാസക്തവുമായ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒടുവിൽ സ്വതന്ത്രമായി. അർദ്ധരാത്രിയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ട്വിസ്റ്റ് ഓഫ് ഡെസ്റ്റിനി സ്പീച്ച് നടത്തി. സ്വാതന്ത്ര്യം കൈവരിക്കുന്നതോടെ പുതിയ റിപ്പബ്ലിക്കിനായി ഒരു ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു അടുത്ത ദൗത്യം. ഡോക്ടർ BR അംബേദ്കറിനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചു. ഏകദേശം 3 വർഷത്തെ തീവ്രമായ ആലോചനകൾക്ക് ശേഷം 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.